നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ നടക്കാനിരിക്കെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന നഗരങ്ങളിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മോക്ക് ഡ്രിൽ പുരോഗമിക്കുന്നു. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. നാഗ്പൂരിലെ വിദ്യാർത്ഥിക്ക് അബുദാബിയിൽ സെന്റർ ലഭിച്ചതായി ആരോപണം കൂടി ഉയർന്നിട്ടുണ്ട്. വിഷയം പരിഹരിച്ചെന്നും വിദ്യാർത്ഥിക്ക് നാഗ്പൂരിൽ തന്നെ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചെന്നും NTA അറിയിച്ചു. അതിനിടെ ഗാസിയാബാദിൽ നീറ്റ് പരീക്ഷാ സമ്മർദ്ദത്തെ തുടർന്ന് ഒരു വിദ്യാർത്ഥി കൂടി ജീവനൊടുക്കി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം നടക്കുന്നില്ല. ഡൽഹി ജന്തർ മന്ദിറിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വിനീത വിജയ് ഡൽഹിയിൽ ചെയ്തു. വിനീത, എങ്ങനെയെങ്കിലും ഈ പരീക്ഷ പൂർത്തിയാക്കണം. സർക്കാരിന് മുമ്പിൽ പ്രതിസന്ധിയേറെയാണ്. ഒരു തവണ നടത്തി അതിലെ പാളിച്ചകളടക്കം പുറത്തു വന്ന് നടത്തുന്ന പുനഃപരീക്ഷ കൂടിയാണ്. മോക്ക് ഡ്രില്ലിൽ പ്രധാനമായും പരിശോധിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട CJPയുടെ പ്രതിഷേധം ഡൽഹിയിൽ നടക്കാനും കൂടി ഇരിക്കുന്നു. സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധികൾക്കിടയിലാണ് നാളെ വീണ്ടും ഈ നീറ്റ് പുനഃപരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷ സുരക്ഷിതവും ഒപ്പം തന്നെ സുതാര്യവുമായി നടപ്പാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. ഈ സുരക്ഷാ നടപടികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മോക്ക് ഡ്രിൽ രാവിലെ 9 മണിയോടുകൂടി തന്നെ എല്ലാ കേന്ദ്രങ്ങളിലും ആരംഭിച്ചിരിക്കുകയാണ്. 9 മണി മുതൽ 5 മണി വരെയാണ് മോക്ക് ഡ്രില്ലിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ 92 കേന്ദ്രങ്ങളാണുള്ളത്. അതിൽ ചില കേന്ദ്രങ്ങളിലൊക്കെ രാവിലെ മുതൽ തന്നെ ഈ മോക്ക് ഡ്രിൽ ആരംഭിച്ചിട്ടുണ്ട്. മറ്റു ചില കേന്ദ്രങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് മോക്ക് ഡ്രില്ലിന് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. CCTV ക്യാമറകളടക്കം ഈ പരീക്ഷാ സെന്ററുകൾക്ക് പുറത്തും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൃത്യതയോടുകൂടി തന്നെ വിലയിരുത്താനുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകമായിട്ടുള്ള കൺട്രോൾ റൂമുകൾ കൂടി സജ്ജമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഏത് ആവശ്യത്തിനും ഈ കൺട്രോൾ റൂമുകളും ഒക്കെയായി ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അവരുടെ ഈ അഡ്മിറ്റ് കാർഡ് ഒപ്പം തന്നെ അവരുടെ തിരിച്ചറിയൽ രേഖകൾ, ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർബന്ധമായും പരീക്ഷയ്ക്ക് വരുമ്പോൾ കൊണ്ടുവരണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ പരീക്ഷകളിലേക്കൊക്കെ തന്നെ അവർക്ക് എൻട്രി ചെയ്യാൻ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളും പരിശോധനകളും ഒക്കെ തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാവുക. പക്ഷേ അത് ഏറ്റവും ഒരു പ്രധാനം, ഈ ബയോമെട്രിക് പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുവാദം നൽകാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അനുവാദം നൽകേണ്ട എന്നൊരു തീരുമാനം അത് NTA ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അത്തരം ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ അവർക്കൊരു സത്യവാങ്മൂലം നൽകി അവർക്ക് ആ പ്രശ്നം പരിഹരിച്ച് അവരെ പരീക്ഷയ്ക്ക് അനുവാദം നൽകാൻ തന്നെയാണ് ഇത്തവണയും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ സുതാര്യവും സുരക്ഷിതവുമായി നടത്താനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് NTA അറിയിച്ചിട്ടുള്ളത്. വിവിധ സെന്ററുകളിലായി ഏതാണ്ട് 5000-ലധികം കേന്ദ്രങ്ങളിലായി 22.79 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുക. ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ഒപ്പം ഈ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സുഹേൽ സൂചിപ്പിച്ചതുപോലെ നാഗ്പൂരിലെ ഒരു സ്വദേശിയാണ്, നാഗ്പൂരിലെ വിദ്യാർത്ഥിയാണ്. അവർക്ക് നാഗ്പൂരിലാണ് സെന്റർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ വിദ്യാർത്ഥിക്കാണ് അബുദാബിയിൽ സെന്റർ ലഭിച്ചതായി പരാതി ഉയർന്നിരുന്നു. പിന്നാലെ കോൺഗ്രസ് ഒക്കെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. തുടർച്ചയായി വിദ്യാർത്ഥികളെയും ഒപ്പം തന്നെ ഈ പരീക്ഷ എടുത്തിരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ മാതാപിതാക്കളെയും ഒക്കെ ആശങ്കയിലാഴ്ത്തുന്ന നിലപാടാണ് NTAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ഇത്തരം പിഴവുകൾ ഇനിയും സംഭവിക്കുന്നത് വലിയ വേദനയുണ്ടാക്കുന്നതാണെന്നുമാണ് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചത്. പിന്നാലെ ഇക്കാര്യത്തിൽ NDA തന്നെ നിലപാട് വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥിയുടെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഈ പരാതിയിന്മേൽ അടിയന്തരമായി ഇടപെടൽ നടത്തിയെന്നും വിദ്യാർത്ഥിക്ക് നാഗ്പൂരിൽ തന്നെ സെന്റർ അനുവദിച്ചതായും NTA വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം CJPയുടെ പ്രതിഷേധമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ജന്തർ മന്ദിറിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുക. അതിൽ ഈ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ഈ കോവിഡ് പ്രതിരോധം എന്ന നിലയിൽ ഈ പ്ലേറ്റുകളും സ്പൂണുകളും ഒക്കെയായി എത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണം, അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണമാണ് ഇക്കുറി CJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. CJPയുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ എല്ലാ മേഖലകളിലും ഈ ജന്തർ മന്ദിറിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമാണ് എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലത് അതിരുവിടുകയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.